അല്ല, അത് വേറൊരു വിഷയം. ഞാൻ പറഞ്ഞത് ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം BJPയുമായി ചേർന്ന് കേജ്രിവാളിനെ ജയിലിലടച്ചതുപോലെ പിണറായിയെ ജയിലിലടച്ച് ഇവിടെ തങ്ങൾക്ക് അധികാരം പിടിക്കാനും BJPക്ക് കുറച്ച് സീറ്റ് വാങ്ങിക്കൊടുക്കാനും നടത്തിയിട്ടുള്ള ഗൂഢാലോചന, അതിന് ഭാവിയിൽ സമാധാനം പറയേണ്ടി വരും. അല്ല, അത് വേറൊരു വിഷയം. ഞാൻ പറഞ്ഞത് ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം BJPയുമായി ചേർന്ന് കേജ്രിവാളിനെ ജയിലിലടച്ചതുപോലെ പിണറായിയെ ജയിലിലടച്ച് ഇവിടെ തങ്ങൾക്ക് അധികാരം പിടിക്കാനും BJPക്ക് കുറച്ച് സീറ്റ് വാങ്ങിക്കൊടുക്കാനും നടത്തിയിട്ടുള്ള ഗൂഢാലോചന, അതിന് ഭാവിയിൽ സമാധാനം പറയേണ്ടി വരും. ഇത്തവണ അതിന് നേരെ വിപരീതമായ പല കാര്യം. ഇപ്പോൾ TP സെൻകുമാറിനെ പോലുള്ള ആളുകൾ പറയുന്നുണ്ട്, പറവൂരിൽ ഈ UDF സ്ഥാനാർത്ഥിയെ, അതായത് പ്രതിപക്ഷ നേതാവിനെ തോൽപ്പിക്കാൻ വേണ്ടി BJP സ്ഥാനാർത്ഥിയെ നിർത്തരുത് തുടങ്ങിയ കാര്യങ്ങളാണ് TP സെൻകുമാർ പോലെ. മീഡിയ വണ്ണിന് ഇതിലൊക്കെയുള്ള പങ്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ വെളുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് വെളുക്കില്ല. മീഡിയ വണ്ണിനും ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു പരാതിയും ഇപ്പോൾ ഇല്ലല്ലോ. കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിൽ പരാതി ഉണ്ടായിട്ടില്ല. കേൾക്കൂ, ഇന്ത്യ ബ്ലോക്കിനെ BJPക്കെതിരായ ഇന്ത്യയിലെ മതനിരപേക്ഷ ശക്തികളുടെ ഐക്യത്തെ ഒറ്റുകൊടുത്തവരാണ്. കേജ്രിവാളിനെ മാത്രമല്ല ഒറ്റുകൊടുത്തത്, കോൺഗ്രസ്. ഇന്ത്യ ബ്ലോക്ക് മുഴുവൻ കേജ്രിവാളിൻ്റെ ഒപ്പം നിൽക്കുകയാണ്. കേജ്രിവാളിൻ്റെ ഒപ്പം എന്നുള്ളതിനേക്കാൾ BJP അധികാരം ഉപയോഗിച്ച്, ഏജൻസികൾ ഉപയോഗിച്ച് എങ്ങനെ വേട്ടയാടി എന്നതിൻ്റെ ഒന്നാന്തര ഉദാഹരണം പുറത്തു വന്നപ്പോൾ നിങ്ങൾ ഏതോ സെൻകുമാറിൻ്റെ കാര്യം ചോദിക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം BJPയുമായി നടത്തിയിട്ടുള്ള ഗൂഢാലോചനയാണ്. കേജ്രിവാളിനെ ജയിലിലിട്ടതുപോലെ പിണറായിയെ ജയിലിലടയ്ക്കാനായിരുന്നു നീക്കം. നടന്നില്ല എന്നേ ഉള്ളൂ. നടന്നില്ല. എല്ലാ ശ്രമവും നടത്തിയില്ലേ? പക്ഷെ EDക്ക് ഡൽഹി അല്ല കേരളം എന്ന് മനസ്സിലായി. കിട്ടിയവരെയൊക്കെ കൊണ്ട് ജയിലിലിട്ടല്ലോ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ വലിയ വിമർശനമായി ഉയർന്നു വരുന്ന ഹൈക്കോടതിയിൽ കേസ് നടക്കുകയാണ്. ഈ ഡാറ്റ ചോർച്ച അത് K-സ്മാർട്ട് വഴിയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണമായി വരുന്നത്. അപ്പോൾ അതെ, അതിലും വളരെ വിചിത്രമായ കാര്യം, ഇന്നേ വരെ പ്രധാനമന്ത്രിയുടെ സന്ദേശങ്ങൾ വരുന്നത് ഡേറ്റ ചോർച്ചയായിട്ട് നിങ്ങൾക്ക് പോലും തോന്നിയിട്ടില്ല. പ്രധാനമന്ത്രിയുടെ സന്ദേശം ഞാൻ കാണിച്ചു തരുന്നു. എനിക്ക് ഇമെയിൽ സ്ഥിരമായിട്ട് വരാറുണ്ട്. എങ്ങനെയാണ് എൻ്റെ ഇമെയിൽ ID കിട്ടിയത്? ഇവിടെ സർക്കാർ വിവരമാണ് അറിയിക്കുന്നത്. എവിടെ ചോർന്നത്, ആർക്ക് ചോർന്നു എന്നായി പറയുന്നത്? സർക്കാർ വിവരം, സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ളത് ജീവനക്കാർക്ക് കൊടുത്താൽ അത് ചോർച്ചയാവുന്നെങ്ങനെ? 5 കൊല്ലം മുമ്പേ ഇതേപോലെ നിങ്ങൾ പൊക്കിക്കൊണ്ടുവന്ന ചോർച്ചയുണ്ട്. ആ ചോർച്ച ഇപ്പോൾ അടഞ്ഞോ? എന്തായി? സ്പ്രിംഗ്ലർ ഓർമ്മയില്ലേ? എത്ര കാലം നിങ്ങൾ ചർച്ച ചെയ്തു, എന്തെല്ലാം പറഞ്ഞു? ആ സ്പ്രിംഗ്ലർ എന്തായി? എന്താ കോടതി വിധി വന്നത്? 1-ാം പേജിൽ മാസങ്ങൾ തലക്കെട്ടായിട്ട് ആഘോഷിച്ചത് കോടതി തള്ളിക്കളഞ്ഞപ്പോൾ എവിടെ ഉണ്ടായിരുന്നത്? 14-ാം പേജിൽ ഒറ്റക്കോളത്തിലായിരുന്നു. 14-ാം പേജിൽ ഒറ്റക്കോളത്തിലായിരുന്നു. നിങ്ങളാരെങ്കിലും ചർച്ച ചെയ്തു? പ്രൈം ടൈമിൽ ചർച്ച ചെയ്യേണ്ട വിഷയമല്ലേ? സ്പ്രിംഗ്ലറിൽ പ്രതിപക്ഷം ഉന്നയിച്ച കള്ളക്കഥകൾ മുഴുവൻ ഹൈക്കോടതി തള്ളിക്കളഞ്ഞു എന്നത് അതുപോലെ പ്രൈം ടൈമിൽ ചർച്ച ചെയ്യേണ്ടതല്ലേ? എന്തേ ചർച്ച ചെയ്യാതിരുന്നത്? എൻ്റെ ചോദ്യം ഇതിനാദ്യം പറയൂ. സ്പ്രിംഗ്ലർ നിങ്ങൾ ഇതേപോലെ ഡേറ്റ ചോർച്ച എന്ന് പറഞ്ഞ് സ്തോഭജനകമായ വാർത്ത കൊടുത്തതാണ്. എന്താ കോടതി പറഞ്ഞത്? ഒന്ന് പറയൂ. അല്ല, ആ വിഷയത്തിൽ നിങ്ങൾ ഓരോ തവണ ഓരോ കള്ളക്കഥ പ്രചരിപ്പിക്കുക. ആ കള്ളക്കഥ പൊളിയുമ്പോൾ തലയിൽ മുണ്ടുവിട്ടിട്ട് പിന്നെ മുങ്ങുക. അത് കഴിഞ്ഞ് അടുത്ത കഥയുമായിട്ട് വരിക. അതിന് മുഴുവൻ സമാധാനം പറയാനിരിക്കുകയല്ല നിങ്ങളും ചില കാര്യത്തിന് സമാധാനം പറയണം. സ്പ്രിംഗ്ലറിൽ നിങ്ങളെല്ലാം പ്രചരിപ്പിച്ച് തെറ്റായിരുന്നു എന്നിപ്പോൾ സമ്മതിക്കുമോ എന്നതിന് പറയാം. ആയിരുന്നോ? അല്ലല്ല, ഇത് പറയൂ. സ്പ്രിംഗ്ലറിൽ നിങ്ങൾ പ്രചരിപ്പിച്ചത്, നിങ്ങൾ നടത്തിയ പ്രൈം ടൈം ചർച്ചകൾ മുഴുവൻ തെറ്റായിരുന്നു, വസ്തുതകൾ മനസ്സിലാക്കാതെ ആയിരുന്നു എന്ന് സമ്മതിക്കുമോ? പറയണ്ടേ? ഉത്തരവാദിത്വമില്ലേ? ഇനി ഒരു ചോദ്യം കൂടി ചോദിക്കാം. കേരളത്തിൽ ബിരിയാണി ചെമ്പെന്നും ഈന്തപ്പഴമെന്നും പിന്നെ കൈതോലപ്പായെന്നും പറഞ്ഞിട്ട്
കുറേ വാർത്ത കൊടുത്തു. ഇവിടെ ഒരു പത്രസമ്മേളനം 2 കോൺഗ്രസ് നേതാക്കൾക്കെതിരായിട്ട് നടത്തിയില്ലേ? ഇല്ലേ? സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് 7 കോടി വാങ്ങിയെന്ന് ഒരു വരി വാർത്ത, ഒരു 30 സെക്കൻഡ് വാർത്ത വന്നോ? അത് തിരിച്ച് ഏതെങ്കിലും CPM LDF നേതാക്കൾക്കെതിരായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു കേരളത്തിലെ സ്ഥിതി? കൈതോലപ്പായൊക്കെ എത്ര കാലമാണ് ഇവിടെ ചർച്ച ചെയ്തത്? എന്തായി? ഈ ഇരട്ടത്താപ്പ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും.